എന്താ തമാശ എല്ലാം നിരാശ എന്താ വേഷ നൂലമാല എന്താ തമാശ എല്ലാം നിരാശ എന്താ വേഷ നൂലമാല ഹേയ് ബനാനെ ഒരു പൂ തരാമോ ഹേയ് ബനാനെ ഒരു കായ് തരാമോ പൂ കൊടുക്കാൻ അതിനാൽ വരണ്ടേ ആലിരുന്താൽ കയ്യിൽ കായ് വരണ്ടേ മന്ദാകിനി ഒന്നാകുമോ ചെന്താമരേ എന്താമരേ കണ്ടാലു നീ കൊണ്ടാടുമോ പിന്നാലെ ഞാൻ വന്നാലുമേ. ഹലോ, ഞാൻ അഫ്സൽ അക്കു. ഇവിടെ മലപ്പുറം ജില്ലയിലെ തിരൂർ അരീക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ പാട്ട് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് വിജയകരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ സന്തോഷമുണ്ട്. അതിൽ 7 മില്യണോളം ആയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വ്യൂസ്. ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. ഇത്തരത്തിലുള്ളൊരു സോങ് ഇന്ന് വൈറലാകാൻ കാരണക്കാർ എൻ്റെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ ജനങ്ങളും അതുപോലെ തന്നെ എൻ്റെ കിൻഷിപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന തിരൂർ മങ്ങാടുള്ള കിൻഷിപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ എൻ്റെ പ്രിയപ്പെട്ട വീൽ ചെയറിലുള്ള കൂട്ടുകാരും അതുപോലെ തന്നെ അവരുടെയൊക്കെ സ്നേഹതീരത്തിൻ്റെ വളണ്ടിയർ വിങ് കൂടിയാണ്. അവരുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ പാട്ട് ഇത്രയേറെ വിജയകരമായിട്ട് ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഏറെ സന്തോഷമുണ്ട്. അവരൊക്കെ എനിക്ക് തന്നിരുന്ന ആ വീൽ ചെയറിലിരുന്ന് എൻ്റെ കൂട്ടുകാർ എനിക്ക് തന്നൊരു സപ്പോർട്ടിംഗ് ഉണ്ട്. അവരുടെ ഒരു ആക്ഷനും കാര്യങ്ങളുമാണ് എന്നെ ഒരു നല്ല രീതിയിൽ ഡാൻസ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഡാൻസ് ചെയ്തുകൊണ്ട് ആ പാട്ട് ആലപിക്കാനും എനിക്ക് സാധിച്ചു. ഒരുപാട് സന്തോഷം അറിയിക്കുന്നു എല്ലാവരോടും. ഈ പാട്ട് ഏറ്റെടുത്ത് ഇത്രത്തോളം വിജയകരമാക്കി തന്ന എല്ലാവരോടും മനസ്സറിഞ്ഞ് 1000 സന്തോഷം. ഭാവിയിൽ ഇതുപോലെ മുന്നോട്ട് പോകാൻ എന്നുള്ളൊരു ആഗ്രഹം ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നില്ല. ഈ ഒരു പാട്ടൊക്കെ കണ്ട് ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ നമുക്ക് നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ ഉണ്ടാവും. ഞാനിപ്പോൾ നമ്മളവിടെ തിരൂരുള്ള ഫോറിൻ മാർക്കറ്റിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. നമ്മളൊരു വണ്ടീൻ്റെ ആക്സറീസിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സിൻ്റെ ഒക്കെ ഹോൾസെയിൽ ഷോപ്പിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യണം. അവരുടെ ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവർ കാരണം കൂടിയാണ് ഈ വീഡിയോ കിട്ടാൻ തന്നെ കാരണം എനിക്കിങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്നറിയുമ്പോൾ ഓക്കെ എനിക്ക് ലീവൊക്കെ തന്ന് അത് പോയി അറ്റൻഡ് ചെയ്തോ എന്ന് പറയാറുണ്ട്. നല്ല രീതിയിൽ എന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കൂടിയാണ് അവർ. ഇപ്പോൾ ഒരുപാട് വ്യക്തികൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ കാണാൻ പറ്റുമോ, ഒന്ന് ഭയങ്കര സന്തോഷമായി. പാട്ടൊക്കെ കേട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഈ വിജയം എൻ്റെ മാത്രം വിജയമല്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് പ്രവർത്തനം നമ്മളെ പ്രിയപ്പെട്ട എൻ്റെ വീഡിയോ എടുത്ത ഒരു പയ്യനുണ്ട്, ലബീബ് എന്ന് പറയുന്നത്. അവനൊക്കെ ഒരുപാട് ചെയറിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് എൻ്റെ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരുപാട് കാലമായിട്ട് ഈ പാട്ടിൻ്റെ പിന്നാലെ ഞാൻ പോകാറുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് ഞാൻ ഇതിന് കൊടുത്തിരുന്നു. പിന്നെ കല്യാണ വീടുകളിലും അതുപോലെ ഇനാഗുറേഷൻ അങ്ങനെ തുടങ്ങിയ മറ്റ് പരിപാടികളിലായിരുന്നു ഞാൻ കൂടുതലായിട്ട് പാടാൻ പോകാറുണ്ടായിരുന്നത്. അന്നൊക്കെ ഞാൻ വൈറലാവട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അന്നൊന്നും ഒന്നും ആയിത്തീർന്നില്ല. ഒരുപാട് ഈ സോഷ്യൽ മീഡിയയിലുള്ള നല്ല ഒരുപാട് പാട്ടൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരുപാട് മീഡിയയ്ക്ക് ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തിരുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് വൈറലാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആരും എടുത്തു നോക്കുക എന്നല്ലാതെ അതിനൊരു റെസ്പോണ്ടോ കാര്യങ്ങളോ എനിക്ക് തന്നിരുന്നില്ല. ഇന്ന് എൻ്റെ അനുവാദം കൂടി ഇല്ലാതെ അവരെൻ്റെ സോങ് ഇട്ട് അവരെ പേജും ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷം മാത്രമേ ഉള്ളൂ. ആരോടും സങ്കടമോ കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളെ കിൻഷിപ്പിൽ ഞങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ആ ദിനങ്ങൾ ഞാനൊക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരും ചിലവഴിച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഈശ്വരൻ തന്ന അല്ലെങ്കിൽ എൻ്റെ പടച്ചവൻ തന്ന ഒരു അംഗീകാരമായിട്ട് ഞാനിതിനെ കണക്കാക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ കൂടെ എൻ്റെ പാട്ടിൻ്റെ കൂടെ വേറെ മറ്റൊരാളും കൂടി ഹിറ്റായിട്ടുണ്ട്. അബാൽമ എന്ന് പറയുന്ന പട്ടാമ്പി സ്വദേശിനിയാണ്. ഇവരും ഞങ്ങളെ സ്നേഹതീരം വളണ്ടിയർ വിങ്ങിലെ ഒഫീഷ്യൽ മെമ്പർ വളണ്ടിയറാണ്. അപ്പോൾ ഇവർ ഒഫീഷ്യലായിട്ടുള്ള ഫസ്റ്റ് പ്രോഗ്രാമായിരുന്നു അത്. അന്ന് ഇവർ എൻ്റെ പാട്ട് കേട്ട് ആസ്വദിച്ച് എൻ്റെ ആക്ഷനും കാര്യങ്ങളും ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഒരുപാട് മോശപ്പെട്ട കമൻറ്റും കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇല്ല. എൻ്റെ നല്ലൊരു സുഹൃത്തു കൂടിയാണ്. ഞങ്ങളെ കിൻഷിപ്പ് ഫൗണ്ടേഷൻ്റെ സ്നേഹതീരം വളണ്ടിയർ വിങ്ങിൻ്റെ
നല്ലൊരു ഒഫീഷ്യൽ വളണ്ടിയർ കൂടിയാണ്. ഒരിക്കലും മോശമായ രീതിയിൽ ആരും ചിത്രീകരിക്കരുത്. പിന്നെ സന്തോഷം മാത്രം എൻ്റെ കൂടെ വൈറലാക്കിയ, അല്ലെങ്കിൽ ഒരുപക്ഷെ എന്നെ വൈറലാക്കിയ എന്ന് തന്നെ പറയാം. ഇവളെയാണ് ഏറ്റവും കൂടുതൽ കമൻറ്റ് ബോക്സ് നിറച്ചത്, ഇവളാ നോട്ടം മാത്രമാണ്. ഇവളോടും ഞാനൊരു നന്ദി പറയുകയാണ്. താങ്ക് യു.